ഹായ് മക്കളെ, നമസ്കാരം. നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, മലയാളം 7ാം ക്ലാസ്സിൻ്റെ മലയാളം കേരള പാഠാവലി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് മാഷ് വന്നിരിക്കുന്നത്. അതിൻ്റെ ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. അതിൻ്റെ ഉത്തരങ്ങൾ വൈകുന്നേരം 7 മണിക്കുള്ള ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ട. അതിനുള്ള ഉത്തരങ്ങൾ കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സെറ്റാക്കി മനസ്സിനകത്ത് എന്ത് ചെയ്യുക, റെഡിയാക്കി വെച്ചേക്കുക. അങ്ങനെ വരുന്ന സമയത്ത് 7ാം ക്ലാസ് 7 മണിക്കുള്ള ലൈവിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഉത്തരങ്ങളൊന്ന് സെറ്റായി തലക്കകത്ത് ഉറപ്പിച്ച് വെക്കാൻ കൂടി സാധിക്കും. ഇതുകൂടി എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെച്ചേക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാ മക്കളെയും ഞാൻ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഓക്കെ, നോക്കുക. പരിമിതികളിൽ നിന്ന് സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ. പരിമിതികളിൽ നിന്ന് സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ. ക്രിസ്റ്റി ബ്രൗണിന് ഒരുപാട് ശാരീരിക പരിമിതികൾ ഉണ്ടായിരുന്നു. അതിൽ സങ്കടപ്പെട്ട് കഴിയാതെ അദ്ദേഹം എന്ത് ചെയ്തു, ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഏതോ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ശാരീരിക പരിമിതി? ഏത് സ്ഥാനത്താണ് അദ്ദേഹം അറിയപ്പെട്ടത്? അതിന് അദ്ദേഹം സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പരിമിതികളെ അതിജീവിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയെല്ലാമാണ് നമുക്കും വരും തലമുറക്കും പ്രചോദനമായി തീരുന്നത് കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് എങ്ങനെയാണ് അത് പ്രചോദനമാകുന്നത്? നമുക്ക് പരിമിതികളുണ്ടോ? നമുക്ക് എവിടെയെങ്കിലും വല്ലാത്ത എന്താ പറയാ താഴ്ചകളുണ്ടോ? അതിനെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, അതിജീവിക്കാൻ കഴിയും? ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ഉത്തരത്തിനകത്തേക്ക് എന്ത് ചെയ്യണം, കടന്നു വരേണ്ടതുണ്ട്. ചോദ്യം സെറ്റാണല്ലോ. പരിമിതികളിൽ നിന്ന് സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ. പരിമിതികളെ അതിജീവിച്ച അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയെല്ലാമാണ് നമുക്കും വരാൻ പോകുന്ന തലമുറക്കും പ്രചോദനമായി തീരുന്നത്? കുറിപ്പ് തയ്യാറാക്കുക. സെറ്റല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാള കവിതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചങ്ങമ്പുഴ പറയുന്നത്. മലയാള കവിതയുടെ പ്രത്യേകതകൾ, അതിനകത്ത് എഴുത്തച്ഛൻ്റെ പരാമർശമുണ്ട്, കുഞ്ചൻ നമ്പ്യാരുടെ പരാമർശമുണ്ട്, മലയാള ഭാഷാ ഭേദങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ കൂടി എന്ത് ചെയ്യണം, കടന്നു വരേണ്ടതുണ്ട്. ഉത്തരം എന്ത് ചെയ്യുക, വൈകുന്നേരം 7 മണിക്കുള്ള ലൈവ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ദെൻ നെക്സ്റ്റ്, വാക്കിനോളം തൂക്കമില്ലി യൂക്കൽ ഭൂമിക്ക് പോലുമേ. ഈ ചൊല്ലിന്റെ പൊരുൾ കണ്ടെത്തി വിശദീകരിക്കുക. ഇതുപോലെ വാക്കിനെ കുറിച്ചുള്ള കൂടുതൽ ചൊല്ലുകൾ കൂടി കണ്ടെത്തി പൊരുൾ എഴുതുക. വാക്ക് എന്ന പാഠഭാഗത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. വാക്കിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന പ്രയോഗങ്ങളാണ്. ഓർമ്മിച്ചു വെച്ചേക്കുക, ഉത്തരം കണ്ടെത്തിയേക്കുക. ദെൻ നെക്സ്റ്റ്, ഏറെ ശക്തിയുള്ളതാണ് വാക്ക്. വാക്കുകളുടെ ശരിയായ പ്രയോഗം ചിലപ്പോൾ നല്ല ഫലവും തെറ്റായ പ്രയോഗം ചിലപ്പോൾ വൻ വിവാദവും സൃഷ്ടിക്കാറുണ്ട്. നൽകിയ വസ്തുതയുടെയും നിങ്ങളുടെ അനുഭവങ്ങളും ചേർത്ത് വാക്കിന്റെ കരുത്ത് എന്ന വിഷയത്തിൽ ഒരു ലഘു പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗം എന്ന് തന്നെയാണെന്ന് എന്ത് ചെയ്യുക, മക്കൾ മനസ്സിലാക്കുക. അപ്പൊ ആദ്യം അഭിസംബോധന വേണം, നമ്മുടെ കണ്ടന്റ് ഖണ്ഡിക തിരിച്ചെന്ത് ചെയ്യുക, കാര്യം അവതരിപ്പിക്കുക, ഏറ്റവും അവസാനം ഉപസംഹാരം. പ്രസംഗത്തിന്റെ ഘടന നിങ്ങൾക്കറിയാലോ. ഏറെ ശക്തിയുള്ളതാണ് വാക്ക്. വാക്കുകളുടെ ശരിയായ പ്രയോഗം ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല ഫലം ഉണ്ടാക്കിയേക്കാം. എന്നാൽ തെറ്റായ ഒരു പ്രയോഗമാണെങ്കിൽ ചിലപ്പോൾ വൻ വിവാദവും സൃഷ്ടിക്കാറുണ്ട്. നൽകിയ വസ്തുതയുടെയും നിങ്ങളുടെ അനുഭവങ്ങളും ചേർത്ത് വാക്കിന്റെ കരുത്ത് എന്ന വിഷയത്തിൽ ഒരു ലഘു പ്രഭാഷണം തയ്യാറാക്കുക. സെറ്റല്ലേ മക്കളെ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടിയതാണ് ചിത്രശലഭങ്ങളുടെ ജീവിതം. ചിത്രശലഭങ്ങളുടെ ജീവിതം വൈരൂപ്യമാകുന്ന കാലഘട്ടം ഏതാണ്? ചിത്രശലഭങ്ങളുടെ ജീവിതം സൗന്ദര്യമായിട്ട് വരുന്ന കാലഘട്ടം ഏതാണ്? അതുകുറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഉത്തരം പൂർത്തിയാക്കുക. വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടിയതാണ് ചിത്രശലഭങ്ങളുടെ ജീവിതം. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സെറ്റല്ലേ? ദെൻ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കുരുക്ഷേത്ര ഭൂമിയിലെ യുദ്ധസന്നാഹങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന പാണ്ഡവരെയും അത് കണ്ട് പ്രതികരിക്കുന്ന ദ്രോണരെയും നമ്മൾ കണ്ടു. ആനകൾ, തേരുകൾ, കുതിരകൾ, അമ്പും വില്ലും ഏന്തിയ ഭടന്മാർ എന്നിങ്ങനെ കുരുക്ഷേത്ര ഭൂമിയുടെ യുദ്ധസന്നാഹങ്ങളും ദ്രോണരെ പോലെയുള്ള ആചാര്യന്മാർ നൽകുന്ന നിർദ്ദേശങ്ങളും യുദ്ധത്തിലുണ്ടാകുന്ന നാശനഷ്ടങ്ങളും എല്ലാം ചേർത്ത് യുദ്ധഭൂമിയിൽ നിന്നുള്ള ഒരു തത്സമയ റിപ്പോർട്ട് തയ്യാറാക്കുക. കാണുന്ന രൂപത്തിൽ ആ ലൈവ്, ആ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നിങ്ങളുണ്ട്. നിങ്ങൾ അതെന്ത് ചെയ്യാണ്, മറ്റൊരു സ്ഥലത്തേക്ക് അതിശയോക്തി കൂട്ടിച്ചേർത്ത് എന്താ പറയാ, പരമാവധി
ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വിവരണം നടത്തും. അതിനെയാണ് ദൃക്സാക്ഷി വിവരണം. ഒരു തത്സമയ റിപ്പോർട്ട് തയ്യാറാക്കുക. കുരുക്ഷേത്ര ഭൂമിയിലെ യുദ്ധസന്നാഹങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. ആനകൾ, തേരുകൾ, കുതിരകൾ, അമ്പും വില്ലും ഏന്തിയ ഭടന്മാർ എന്നിങ്ങനെ കുരുക്ഷേത്ര ഭൂമിയുടെ യുദ്ധസന്നാഹങ്ങളും ദ്രോണരെ പോലെയുള്ള ആചാര്യന്മാർ നൽകുന്ന നിർദ്ദേശങ്ങളും യുദ്ധത്തിലുണ്ടാകുന്ന നാശനഷ്ടങ്ങളും എല്ലാം ചേർത്ത് യുദ്ധഭൂമിയിൽ നിന്നുള്ള ഒരു തത്സമയ റിപ്പോർട്ട് തയ്യാറാക്കുക. മക്കളെ, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതും മാത്രം വരുമെന്നല്ല പറഞ്ഞത്. ഈ ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ കാണാം. ഇതിന്റെ ഉത്തരത്തിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമാക്കി സെറ്റാക്കി വെച്ചേക്കാം. അപ്പോൾ ഏത് രൂപത്തിലും ചോദ്യം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ സെറ്റല്ല മക്കളെ? ഓക്കെ, വൈകിട്ട് 7 മണിക്ക് മറക്കാതെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് എന്ത് ചെയ്തേക്കുക, ലൈവ് ക്ലാസ്സിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, താങ്ക് യു.